നമസ്കാരം. ഡി ആൻഡ് ഡി ബ്രദേഴ്സ് ആൻഡ് ബ്രോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സാമ്പ്രാണിക്കൊടിയിലേക്ക് ഒരു യാത്രയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഞങ്ങൾ ശൂരനാട്ടുകാരാണ്. അഞ്ചാലുംമൂട് ചെന്ന് കുണ്ടറ വഴി അഞ്ചാലുംമൂട് എത്തി അവിടെ നിന്ന് പ്രാക്കുളത്തേക്ക് പോയി അവിടെ അന്വേഷിച്ചാൽ മതി. അപ്പോൾ സാമ്പ്രാണിക്കൊടിയിലേക്കുള്ള വഴി പറഞ്ഞു തരും. അങ്ങനെയാണ് നമ്മളവിടെ എത്തുന്നത്. ബൈപ്പാസിലൂടെ പോവുകയാണെങ്കിൽ നമ്മുടെ കുരുവിപ്പുഴ പള്ളിയുടെ അടുത്ത് നിന്നിട്ട് അവിടുത്തെ ബോട്ട് ചട്ടിയിൽ നിന്ന് നേരേക്ക് പോകാം. ഇപ്പം നമ്മൾ സാമ്പ്രാണിക്കൊടിയിലേക്ക് ആ തുരുത്തിലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പാണ്. ഞാനൊക്കെ ശരിക്കും പേടിച്ചാണ് ഇരിക്കുന്നത്. എല്ലാവർക്കും ചെറിയ ചെറിയ പേടിയുണ്ടെങ്കിലും കുഴപ്പമില്ല. എത്രയോ വർഷങ്ങളായി സാമ്പ്രാണിക്കൊടിയെക്കുറിച്ച് അറിയുന്നത്. പക്ഷേ അവിടേക്ക് പോകാൻ അവിടെ എത്താൻ പറ്റത്തില്ല. സ്പീഡ് ബോട്ടിൽ പോകണം, താഴേക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ വിചാരിച്ചാണ് നമ്മൾ ഇത്രയും കാലവും നീട്ടിവെച്ചത്. പക്ഷേ അപ്രതീക്ഷിതമായി കിട്ടിയൊരു യാത്ര. നമ്മൾ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് വലിയ ആഹ്ലാദത്തോടെ നടത്തിയൊരു യാത്രയായിരുന്നു ഇത്. കാരണം സ്പീഡ് ബോട്ടൊക്കെ ആകുമ്പോൾ താഴേക്ക് ഇറങ്ങിയിരിക്കണം എന്നൊക്കെയുള്ള പേടിയുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നുമല്ല. ഒരു ചെയറിലേക്ക് നമ്മൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊന്നും പേടിക്കാനില്ല. കണ്ടൽക്കാടുകളുടെ മനോഹാരിത മുഴുവൻ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് സാമ്പ്രാണിക്കൊടിയിലെത്താം. അവിടെ നിന്നും സാമ്പ്രാണിക്കൊടിയിലേക്ക് എത്തി അവിടെ നിന്ന് ഒരു 6 കിലോമീറ്റർ ചുറ്റളവിൽ നമ്മളെ വള്ളത്തിൽ, അതായത് നമ്മുടെ യന്ത്രത്തിൻ്റെ സഹായത്താൽ ഓടുന്ന വള്ളത്തിൽ നമ്മളെ ഒരു ചേട്ടൻ അവിടെ നിന്നും കുറച്ചുകൂടെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. അതൊരു നല്ല അനുഭവമായിരുന്നു. സ്പീഡ് ബോട്ടിൽ ആദ്യം നമ്മൾ സാമ്പ്രാണിക്കൊടിയിൽ ഇറങ്ങി അവിടെ നിന്ന് നമ്മൾ പോയ യാത്ര വളരെ മനോഹരമായ യാത്രയായിരുന്നു. നല്ല വെയിലൊക്കെ ഉള്ളതുകൊണ്ട് പലപ്പോഴും നമ്മൾ ശരിക്കും ക്ഷീണിക്കുമായിരിക്കും, തലവേദനയായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ കണ്ടൽക്കാടുകളുടെ ഒരു പ്രത്യേകത അറിയാമല്ലോ. ഒരു AC പോലും നാണിപ്പിക്കുന്ന തരത്തിലുള്ള തണുപ്പ് പ്രദാനം ചെയ്യുന്ന ചെടികളാണല്ലോ ഇവ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം നമുക്ക് ആ ഒരു വെയിലൊന്നും അത്ര ഫീൽ ചെയ്തതേ ഇല്ല. ലൈഫ് ജാക്കറ്റൊക്കെ ശരിയായ വിധത്തിൽ ധരിച്ചങ്ങിരുന്നാൽ മതി, ഒന്നും പേടിക്കാനില്ല. ശ്രദ്ധിച്ചിരുന്നാൽ മതി. നമ്മൾ അതുകൊണ്ട് നല്ലതായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഭയപ്പെട്ടിരിക്കുന്നവരൊക്കെ 2 കൈ കൊണ്ടും പിടിച്ച് തന്നെ ഇരിക്കുമായിരുന്നു. അതുകൊണ്ട് കുറച്ചൊക്കെ എടുത്തു. എന്തായാലും ഇതൊരു നല്ല അനുഭവമായിരിക്കും. ഈ സാമ്പ്രാണിക്കൊടി ഐ ലവ് സാമ്പ്രാണിക്കൊടി എന്ന് നമ്മൾ ആദ്യം കണ്ടല്ലോ എഴുതിയിരിക്കുന്നത്. അവിടെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കാനും അതുപോലെ അതിനുള്ളിലൊക്കെ ശരിക്കും ഫോട്ടോസ് എടുക്കാനും ഒക്കെ നല്ലതാണ്. അവിടെ വന്നാൽ മാത്രം പോരാ, ഈ യാത്രയും കൂടെ നമ്മൾ ആസ്വദിക്കണം. അവിടെ നിന്ന് മുമ്പോട്ട് നല്ല ഉത്തരവാദിത്വത്തോടെ ആ ചേട്ടൻ നമ്മളെ കൊണ്ടുപോയത്, കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയും അതോടൊപ്പം നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന നമ്പാടിയൊപ്പമൊക്കെ കണ്ടൽക്കാടുകളുടെ സവിശേഷതകളും കൊണ്ട് 2-3 വർഷങ്ങളായിട്ട് അവർ സബ് ജില്ലയിലൊക്കെ പങ്കെടുക്കുന്നവരായിരുന്നു. ശാസ്ത്രമേളയിലൊക്കെ റിസർച്ച് ടൈപ്പ് പ്രോജക്റ്റുമായിട്ട്. അപ്പോൾ അവരും കുറേ കാര്യങ്ങളൊക്കെ അവർക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞും പാട്ടുപാടിയും ഉല്ലസിച്ചും ഒക്കെയാണ് പോയത്. ഈ ചേട്ടൻ്റെ വള്ളത്തിലേക്ക് കയറാനെങ്കിൽ ചേട്ടൻ്റെ കയ്യിൽ സ്റ്റൂളൊക്കെ ഉണ്ട്. ആ സ്റ്റൂളൊക്കെ 2 സ്റ്റെപ്പായിട്ടുള്ളൊരു സ്റ്റൂളൊക്കെ ഉണ്ട്. അതൊക്കെ ഇട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് കയറ്റിയത്. വളരെ ശ്രദ്ധയോടെ ചേട്ടൻ നമ്മളെ അവിടെ കൊണ്ടുപോയി എത്തിച്ചു. പിന്നെ അങ്ങോട്ട് പിള്ളേരുടെ ഉത്സവമായിരുന്നു. ഭയങ്കര ഉത്സാഹത്തോടെ അവർ ഏതാണ്ട് അഷ്ടമുടി കായലിൻ്റെ ഒട്ട നടുവിൽ നമ്മളിങ്ങനെ നിൽക്കുമല്ലേ, തീരെ ആഴമില്ലാത്ത പ്രദേശത്ത് നിൽക്കുന്നത് വല്ലാത്തൊരനുഭവമായിരുന്നു. പിന്നെ അവർ കളി അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ മിക്കവാറും എല്ലാവരും ചെരുപ്പൊക്കെ അഴിച്ചിട്ടിട്ടാണ് വരുന്നത്. ചെരുപ്പുണ്ടെങ്കിൽ നല്ലതാണ്. ഇവിടെ ഇങ്ങനെ ചെറിയ ചിപ്പിയൊക്കെ കിടപ്പുണ്ട്. അതൊക്കെ നമ്മുടെ കാലിൽ കൊള്ളാനിടയാവും. നമ്മുടെ കുഞ്ഞൻ്റെ കാലിൽ, നമ്മൾ ചിറക്കുട്ടൻ എന്ന് വിളിക്കുന്ന കുഞ്ഞൻ്റെ കാലിലൊക്കെ ആയിരുന്നു. പിന്നെ ഈ കണ്ടൽ ചെടികളിലൊക്കെ ഇരുന്നുള്ളൊരു ഫോട്ടോ ഷൂട്ടും, ആവതുള്ളവർക്കാണെങ്കിലും മുകളിലേക്കൊക്കെ കയറി നിന്ന് ഫോട്ടോസ് എടുക്കാനും ഇരുന്നെടുക്കാനും ഒക്കെ സൗകര്യങ്ങളുണ്ട്. ഞങ്ങൾ പിന്നെ ഈ 3 സ്ത്രീരത്നങ്ങളും ശരിക്കും അങ്ങ് ആസ്വദിച്ചു. നടുക്ക് നിന്ന് നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ അവരുടെ കളിയായി. ഇവിടെ കുറച്ചും കൂടെ ഇവർക്ക് കളിക്കാൻ അനുയോജ്യമാണ്. കാരണം ഒരുപാട് ആളുകൾ ഇവിടെ ഇല്ല. ആഴക്കുറവ്, ശരിക്കും ആഴക്കുറവാണ്. പക്ഷേ നമ്മളെ കയ്യിൽ വേറെ ഡ്രസ്സില്ലായിരുന്നു. നമ്മൾ കായംകുളം കൊട്ടാരം കാണാൻ ഇറങ്ങിയവരായിരുന്നു. പക്ഷേ ഇവിടേക്ക് നമ്മളിങ്ങനെ എത്തപ്പെടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ വേറെ ഡ്രസ്സൊന്നുമില്ല. ഇവിടെ നോക്കുന്നു, ഈ ചേട്ടനുണ്ടല്ലോ, ഈ ചേട്ടനാണ് കൊണ്ടുപോയത്. ചേട്ടൻ്റെ വൈഫാണത്. ചേച്ചി അവിടെ ഇങ്ങനെ ചെറിയ കച്ചവടമായിട്ട് രാവിലെ തൊട്ട് അവിടെ ഉണ്ട്. ചേട്ടനും വള്ളവുമായിട്ടുണ്ട്. അപ്പോൾ അവർ കുറേ കാര്യങ്ങളൊക്കെ നമ്മളോട് സംസാരിച്ചു. അപ്പോൾ എന്തായാലും തിരിച്ച് ഇവിടെ വീണ്ടും സാമ്പ്രാണിക്കൊടി
ആ മെയിൻ സ്ഥലത്തേക്ക് എത്തി. പക്ഷേ ആരും ഇറങ്ങുന്നില്ല, വെള്ളത്തിൽ നിന്ന് ആരും ഇറങ്ങുന്നില്ല, വേണ്ട എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇവന്മാർ 2 പേര് അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ നോക്കുമ്പോൾ ഗോലി സോഡ കുടിക്കാം, അല്ലെങ്കിൽ പൈനാപ്പിളൊക്കെ ഉപ്പിലിട്ടതാ ചേച്ചിയുടെ കയ്യിലുണ്ടായിരുന്നു, അതൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയവന്മാർ പിന്നെ ഒരു ഇറക്കമായിരുന്നു. മൊത്തത്തിൽ അവരങ്ങ് ആറാടുകയായിരുന്നു. നിറച്ച ആളുകളുണ്ട്, അതുപോലെ ചെറിയവന്മാരൊക്കെ ഇതിനകത്തുണ്ട്. ഇവന്മാർ പോകുന്ന കണ്ടപ്പം പതുക്കെ ഞങ്ങൾക്കും ആഗ്രഹമുണ്ടായി. ചേട്ടൻ പിന്നെയും ഇല്ല, സ്റ്റൂള് പുറത്തേക്ക് എടുത്തു. സ്റ്റൂളിൽ നമ്മളെ അങ്ങോട്ടിരുത്തി ഇറക്കി. ഒരു പ്രശ്നവുമില്ല, നമ്മൾ നടുവിനൊക്കെ പ്രശ്നമുള്ളവർക്കൊന്നും ഒരു കുഴപ്പമില്ലാതെ ഇറങ്ങാമായിരുന്നു. പിന്നെ നടന്നൊന്നും പറയണ്ട, 3 പേരും കൂടെ മുങ്ങി തപ്പി. 2 പേര് ആദ്യം ഇറങ്ങിപ്പോയവർ, അത് കണ്ടിട്ട് ബാക്കിയുള്ളവരും കൂടെ ഇറങ്ങി. ആ ചേട്ടൻ കുറച്ചുകൂടെ ആഴം കുറഞ്ഞ സ്ഥലത്തേക്ക് അത് നിർത്തി തന്നു വെള്ളം. പിന്നത്തെ കളിയാണ് കളി. അപ്പോൾ ഈ വെക്കേഷൻ കാലത്ത് സന്ദർശിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്, നല്ലൊരിടമാണ്. വളരെ ഹാപ്പി ആയിരിക്കും കുട്ടികൾ. ഇപ്പോൾ ഡ്രസ്സൊക്കെ ആയിട്ട് വേണം പോകാൻ, അല്ലെങ്കിൽ അവിടെ നല്ല വില കൊടുക്കണം. എന്തായാലും ഒരു 100 രൂപയൊക്കെ അധികം ഒരു ഡ്രസ്സിന് മുകളിൽ കൊടുക്കണം. അതായത് ഈ ജട്ടിയിലേക്ക് അടുക്കുമ്പോൾ, ബോട്ട് ജട്ടിയിലേക്ക് അടുക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഡ്രസ്സൊക്കെ കിട്ടും. ഫുഡും ഉണ്ട്. ഫുഡും അത്ര ടേസ്റ്റി ഒന്നുമല്ല കേട്ടോ. കല്ലുമ്മേക്കായൊക്കെ വളരെ കൊള്ളാതെയാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റേ അല്ല. ഈ സമയം കൊണ്ട് വെള്ളത്തിൽ ഞങ്ങൾ കുറച്ച് പേര് ഇവിടെ ഇറങ്ങിയിട്ട് ആ വള്ളക്കാരൻ ചേട്ടൻ്റെ ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് അക്കരയിലേക്ക് പോയപ്പം 3 പേരെയും കൂടെ അദ്ദേഹം കൊണ്ടുപോയി. അവരിറങ്ങുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവരെയും കൂടെ, നമ്മുടെ കൂട്ടത്തിലുള്ള 3 പേരെയും കൂടെ കൊണ്ടുപോയി. അങ്ങനെ അത്രയും സമയം നമ്മളിവിടെ ചെലവഴിച്ചു. ഇപ്പോൾ മരുഭൂമിയുടെ വൃക്കയെന്നും തീരദേശത്തിൻ്റെ കാവലാളെന്നൊക്കെ പറയുന്ന ഈ സൈന്യമുണ്ടല്ലോ, ഈ കണ്ടൽക്കാടുകൾക്കിടയിൽ ശരിക്കും ഇതുണ്ടായിരുന്നു. പ്ലാസ്റ്റിക്കുകളൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. വിനോദസഞ്ചാരികളായി നമ്മൾ തന്നെയാണല്ലോ അതൊക്കെ ചെയ്യുന്നത്. ഇവരുടെ കടയ്ക്കലെ കടും വെട്ടെന്നോണം കുറേ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അവിടെ കുന്നുകൂടി കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ഭംഗിയൊക്കെ ആസ്വദിച്ചു. ഒരുപാട് നേരം, 1 മണിക്കൂർ എന്നൊക്കെ പറയുന്നെങ്കിലും അങ്ങനെയൊന്നും അല്ല, 2-3 മണിക്കൂറൊക്കെ നമ്മളവിടെ ചിലവഴിച്ചതിന് ശേഷം നമ്മൾ തിരികെ എത്തുകയാണ്. അപ്പം നമ്മൾ നോക്കി, നമ്മുടെ ഫ്രണ്ടിൽ നിന്നൊരു ഹൗസ് ബോട്ട് വരുന്നത് കണ്ടല്ലോ. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുന്നവയാണ്. ആ സ്റ്റാൻഡിൻ്റെ അടുത്ത കായൽ തീരത്ത് ഇങ്ങനെ ടൂറിസത്തിൻ്റെ അഷ്ടമുടി എന്ന് പറയുന്ന ബോട്ടുണ്ട്. അത് 2-3 ദിവസം മുമ്പേ ഒക്കെ ബുക്ക് ചെയ്യണം. അല്ലാതെ ഹൗസ് ബോട്ടുകളുണ്ട്. അവയൊക്കെ ബുക്ക് ചെയ്ത് വന്നാൽ മൺട്രോത്തുരുത്തും സാമ്പ്രാണിക്കോടിയും ഒക്കെ കൂടെ ആയിട്ട് നമുക്ക് കുറേ യാത്രാനുഭവങ്ങൾ സമ്മാനിക്കുന്ന ട്രിപ്പുകളുമുണ്ട്. നമുക്ക് ഡയറക്റ്റ് വരുവാണെങ്കിൽ നമ്മുടെ സൗകര്യാനുസരണം വരികയോ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് തിരികെ പോവുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ എന്തായാലും ഇതൊരു നല്ല യാത്രയായിരിക്കും. ഈ വേനൽക്കാലത്ത്, ഈ വെക്കേഷൻ അവധിക്കാലത്ത് കുട്ടികൾ സന്തോഷമായിരിക്കാൻ നമുക്ക് ഏറെ ഉപകരിക്കുന്ന, ഒത്തിരി സന്തോഷം തരുന്ന ഒരു യാത്ര തന്നെയായിരിക്കും ഇത്, സംശയമില്ല. അപ്പോൾ എല്ലാവരും ഇതിലേക്ക് എത്താൻ പരമാവധി നോക്കണം. ഞാൻ ഈ പറയുന്ന പോലെ നമുക്ക് പോകാൻ പറ്റത്തില്ല, നാടുവേദനയുള്ളവർക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, അങ്ങനെയൊന്നുമുള്ള ചിന്ത വേണ്ട. ഒരു പ്രശ്നമില്ലാതെ അവർ വളരെ കെയർ ചെയ്ത് നമ്മളെ കൊണ്ടുപോകും. 2-3 പേരായിട്ട് പോകാനിരിക്കരുത്, ഒരു കൂട്ടായ്മയോടെ കുറച്ച് പേര് ചേർന്ന് പോകണം. അപ്പോൾ ഒരു ബോട്ടൊക്കെ നമ്മൾക്ക് തന്നെ ഉപയോഗിക്കാമല്ലോ. അപ്പോൾ അവരെ ഇരിക്കുന്നവരെല്ലാവരും ഒരേ വൈബായിരിക്കും. അപ്പോൾ നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാം. അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആളുകളെയും കൂടെ അതിനകത്ത് ഉൾക്കൊള്ളിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് പരിചയമില്ലാത്ത ആളുകളായിരിക്കും. ഒരു 5 മിനിറ്റ് യാത്രയ്ക്ക് അത്രയും അടുപ്പം നമുക്ക് അവരോട് ഉണ്ടാകത്തില്ലല്ലോ. അപ്പോൾ എന്തായാലും അവരും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ ബോട്ടൊക്കെ ഇങ്ങോട്ട് പിടിച്ചു തരാനും വാർത്തുല്ലസിച്ച് സന്തോഷമായിട്ട് പാട്ടൊക്കെ പാടിപ്പോകാനും ഒക്കെ നല്ലതായിരിക്കും. അപ്പോൾ എന്തായാലും നല്ല ഒരു യാത്രാനുഭവം സമ്മാനിച്ച കേരള ടൂറിസത്തിനും ഈ ചേട്ടന്മാർക്കും എല്ലാം നന്ദി പറയുന്നു. സൂപ്പർ യാത്രയായിരിക്കും. നിങ്ങളും സാമ്പ്രാണിക്കൊടി സന്ദർശിക്കുക. ഒപ്പം മൺട്രോത്തുരത്തിലേക്ക് ഞങ്ങൾ പോകുന്നുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഇടാം. അതുപോലെ തന്നെ മറ്റൊരു വീഡിയോയും കൂടെ മറ്റൊരു സ്ഥലം കൂടെ പരിചയപ്പെടുത്താനുണ്ട്. ഇവിടെ ശൂരനാട് ആനയടി വയ്യാങ്കര ചിറയിൽ ഇതുപോലൊരു സംരംഭമുണ്ട്. അതും കൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
ഓക്കെ ബായ്. അതിന് കുറച്ച് ഫോട്ടോസാണ് നമുക്കെപ്പോഴും സൂക്ഷിച്ച് വെക്കാൻ സുന്ദരമായ കുറേ ദൃശ്യങ്ങൾ.